അപ്പോൾ ഗൈസ് ചെല്ലൻ ചേട്ടൻ്റെ കടയിൽ നിന്നുള്ള അത്യാവശ്യം സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഹോം സ്റ്റേയിലേക്കാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഹോം സ്റ്റേ ആണ്, അതിഥിയുടെ ഹോം സ്റ്റേ ആണ് നമ്മളെടുത്തത്. താമരപ്പാടത്തിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് മലയും അതുപോലെ തന്നെ നമ്മുടെ താമരപ്പാടവും അതുപോലെ തന്നെ നല്ല കാറ്റുമുള്ള ഒരു നല്ല ആംബിയൻസ് ഉള്ള ഹോം സ്റ്റേ ആയിരുന്നു ഇത്. 4 ബെഡ്റൂമാണുള്ളത്, ഫുൾ അറ്റാച്ച്ഡും അതുപോലെ ഫുൾ AC ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കിച്ചണും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു, പിന്നെ കുറച്ച് ഫുഡുകൾ ഞങ്ങൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു ഊഞ്ഞാല. കാരണം ഒരു 3:30 മണി വരെ രാത്രി ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ ഇരുന്നാണ്. കാരണം ഈ പാടത്തിൽ നിന്നുള്ള കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ആ കാണുന്നതാണ് താമരപ്പാട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലായി. ഞങ്ങൾ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, പൊറോട്ട അതുപോലത്തെ കുറച്ച് ഐറ്റംസൊക്കെ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് വാങ്ങിയായിരുന്നു. മുട്ടക്കറി ഇത് ഇച്ചിരി ആർത്തി കൂടിപ്പോയത് കിടക്കുന്നതാണ്, ഒന്നും തോന്നല്ലേ. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ആ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ആ ഒരു നൈറ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.